Hello amigos, welcome back to my channel. It's Sharad Travel Hacker. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ഡിസൈർ ഡ്രൈവിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യു എയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് സൈനുക്ക എന്നൊരു ഫ്രണ്ടാണ് എനിക്കൊരു അവസരം തന്നത്. അപ്പോൾ സൈനുക്കൊക്കെ എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. കാരണം ഞാൻ ഗൾഫിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഡിസൈർ ഡ്രൈവ് പോകണമെന്നുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ തന്നെ അറിയിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? കമോ. അപ്പോൾ ഞങ്ങൾ നൈസിലൊരു പാട്ടെല്ലാം കേട്ടിട്ട് ഡിസൈർ റോഡിലോട്ട് എടുത്ത് ചാടിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരത്തെ കണ്ട റൂട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഒമാൻ ബോർഡറിലേക്ക് ഉള്ളൂ കേട്ടോ, യു എയിൽ നിന്ന്. അതുപോലെ ഇന്നത്തെ ഈ റൈഡ് പോകുന്ന ഡിസൈഡിൻ്റെ പേര് ബദയാർ എന്നാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഫസ്റ്റ് എല്ലാ വണ്ടികളും റൈഡിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ടയറിൻ്റെ പ്രഷർ കുറയ്ക്കുക. കാരണം നമ്മൾ റോഡിൽ ഓടുന്ന ഒരു ടയർ പ്രഷറും കൊണ്ട് നമുക്ക് ഈ സാൻഡ്, ഈ മരുഭൂമിയിൽ കൂടെ ഓടാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ റൈഡ് മെല്ലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഒരു 8 പേരറ്റാണെന്നുള്ളത് മൊത്തത്തിൽ. അതിൽ എക്സ്ട്രാ ഉണ്ട്, നിസാൻ്റെ എക്സ്ട്രാ വണ്ടി ഉണ്ട്, പിന്നെ ലാൻഡ് ക്രൂസർ ഒരു 3 ആളിനുണ്ട്, ദെൻ FJ ക്രൂസർ ഉണ്ട്, പിന്നെ മിനി പജേറോ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ 8 ആളടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അന്നത്തെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവസരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീംസ് മൊത്തത്തിലൊരു എൻ്റർപ്രണേഴ്സും അതുപോലെ യു എ തന്നെ സെറ്റിൽഡായ ആൾക്കാരാണ് കേട്ടോ. അടിപൊളി ടീംസാണ്. അപ്പോൾ ഇവർ വീക്കിലി എല്ലാ വീക്കും മുടങ്ങാതെ റൈഡിന് പോകുന്ന ആൾക്കാരാണ്. ഒരു ക്രേസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഡിസൈഡ് റൈഡിൽ ഇതുപോലത്തെ വാക്കി ടോക്കീസ് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു നടുക്കടലിൽ പെട്ടുള്ള അവസ്ഥ എന്താണ്, അതുപോലെ തന്നെയാണ് മരുഭൂമിയിലേക്ക് ഉള്ളിലോട്ട് പോകുന്നത്. സിഗ്നൽസിന് നല്ല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിശ്ചിത ക്യാപ്പ് ഇട്ട് പ്രോട്ടോകോൾ അനുസരിച്ച് പോകുന്ന വണ്ടികളാണെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും മുന്നിൽ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ ബാക്കിലുള്ള വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ വാക്കി ടോക്കീസ് റേഡിയോസ് വളരെ നിർബന്ധമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലൊക്കെ മറ്റു വണ്ടികളെ അറിയിക്കാനൊക്കെ ആയിട്ട്. വലിയൊരു ഡ്യൂൺ കയറുന്ന കാഴ്ച നോക്കി അടിപൊളി. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഫ്ലാഗ് എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളതല്ലേ. ഫ്ലാഗിൻ്റെ മെയിൻ പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡ്യൂണൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് തൊട്ട് ബേക്കിലുള്ള വണ്ടിക്ക് അവിടെ വണ്ടി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ നോക്കിയോ, ആ ഒരു കൊടി പൊങ്ങി വരുന്നുണ്ടോ? കാരണം അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ കൊടി നമുക്ക് വിസിബിൾ ആയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലായി അവിടെ വണ്ടി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം കൊടിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ കയറി പോകുന്ന നോക്കിയേ അടിപൊളി. നമുക്ക് പെട്ടെന്ന് മറയുന്ന പോലെ തോന്നും. അപ്പുറം പോയിട്ട് ഇങ്ങനെ സ്ലോപ്പിലേക്ക് നിൽക്കുമ്പോൾ. നമ്മുടെ വണ്ടി നൈസിലൊന്ന് പണി കിട്ടിയിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന വണ്ടിയാണ് ആ ഗ്രേ കളർ ലാൻഡ് ക്രൂസർ. അപ്പോൾ അത് നൈസായിട്ടൊന്ന് പൂണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാ വണ്ടികളിലും കുറച്ചൊക്കെ ഒരു സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കണം. കാരണം ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് റോപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ വണ്ടികളിലും ബേക്കിൽ ഹുക്ക് ഉണ്ടായിരിക്കണം. കെട്ടിവലിക്കാനുള്ള ഹുക്ക് നിർബന്ധമാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കത് നല്ല യൂസ്ഫുൾ ആവും. മണലിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും വണ്ടി താന്ന് പോകത്തുള്ളൂ. ചെളി കിടന്ന് കളിക്കുന്ന സെയിം കളി തന്നെ കളിക്കും വണ്ടി. അപ്പം മെല്ലെ ഇങ്ങനത്തെ പോലെ താഴേക്ക് ടക്ക് ചെയ്ത് വേണം കൊണ്ടുവരാൻ. അപ്പോൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുണ്ടാവും കൂടെ. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത്. സാറുണ്ടല്ലേ, പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നൈസിൽ പുള്ളിനെ തന്നെ മണലിൽ കുളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്ലോപ്പിൽ വണ്ടി സ്റ്റക്ക് ആയതാണ് ലെഫ്റ്റ് സൈഡിൽ പജേറോ. അതിനെ എടുക്കണമെങ്കിൽ വേറൊരാളുടെ സപ്പോർട്ടിലാണ് പറ്റത്തില്ല. അപ്പോൾ അത്തരം ചെരിവുകളിൽ വണ്ടി നിർത്തുന്നത് വളരെ റിസ്കി ഫാക്ടറാണ്. കാരണം വണ്ടി റോൾ ഔട്ട് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡിസൈഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ നല്ല പവറുള്ള വണ്ടികൾ മാത്രമാണ് നമ്മളങ്ങോട്ട് പ്രിഫർ ചെയ്യാറുള്ളൂ.
പിന്നെ മെയിനായിട്ടുള്ള കാര്യം, വേറൊരു വണ്ടി പോകുന്നുണ്ട്, ആ വണ്ടീൻ്റെ പവർ വേറെ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും, ഡ്രൈവറിൻ്റെ കാലിപ്പർ വേറെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവൻ പോയല്ലോ എനിക്ക് പോകാം എന്നൊരു മൈൻഡിൽ പോകരുത്. കാരണം നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തോളുക. ഇപ്പം ഈ വണ്ടി അവിടെ നോക്കി അവന് പറ്റിയില്ല, കാരണം ഇനീഷ്യൽ പവർ കിട്ടിയില്ല, ദെൻ പുള്ളി അത് ഒഴിവായി പോയി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഒഴിവാണ്. ശരിക്കും വണ്ടർലേ റൈഡിൽ കയറി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അവിടെ. കാരണം മൊത്തത്തിൽ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് തലയെല്ലാം പിടിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഗൾഫിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഗൾഫിലാണല്ലോ കൂടുതലത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എല്ലാവരും തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ലീവ് ഡേയ്സിൽ എപ്പോഴെങ്കിലും നിന്ന് ഇറങ്ങുക. പിന്നെ ഈ റൈഡ് പോകുന്ന എല്ലാ വണ്ടികളിലും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം വെള്ളം നിർബന്ധമാണ്. ഇപ്പോൾ UAE-ലായതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുക ഈവനിങ് ടൈമാണ്. ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമാണ് ചൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എല്ലാ വണ്ടികളും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടാണ് കയറത്തുള്ളൂ. കാരണം നമ്മൾ റോട്ടിലൊക്കെ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫ്യൂൽ ഇവിടെ കൺസ്യൂം ആവുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ പ്രഷറിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റലാണ് വണ്ടിക്ക്. ഈ ടയർ ഇങ്ങനെ ഊരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മതിയായ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരിക്കണം. പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം വണ്ടി പിന്നീട് എടുക്കാൻ. പിന്നെ ഡ്രൈവേഴ്ക്കെല്ലാം ഓരോ കാറ്റഗറി ഉണ്ട് കേട്ടോ. ന്യൂബി പ്ലസ്, ഫ്യൂബി പ്ലസ്, അഡ്വഞ്ചർ പ്ലസ്, അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. ഈ ഓരോ ഡ്രൈവേഴ്സിൻ്റെയും ആ സ്കില്ലൊക്കെ അനുസരിച്ചിട്ട് ആണ്. ഒരു വണ്ടി പോകുന്ന നോക്കി, ടോപ്പ് ഡ്യൂണിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്കന്ന് കിട്ടിയത് അഡ്വഞ്ചർ പ്ലസിനും ഇടയിലുള്ളൊരു അടിപൊളി റൈഡാണ് കേട്ടോ. അപ്പോൾ മോസ്റ്റ്ലി നമുക്കിപ്പം ഈ പാക്കേജൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ക്യാഷ് ഓറിയൻറ്റഡ് മാത്രമായതുകൊണ്ട് ചെറിയ ഇതൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതാ വലിയ ഡ്യൂൺ കയറിയിട്ട് താഴേക്ക് ഇറങ്ങുന്ന വ്യൂ ആണ്, അടിപൊളിയല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ ലൈനായിട്ടാണ് പോവുക. ഒരു വണ്ടിയുടെ ബേക്കിലായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ആളിനെ നമ്മൾ മാർഷൽ എന്നാണ് വിളിക്കുക. കാരണം പുള്ളിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ. അപ്പം പുള്ളിയാണ് ലീഡ് ചെയ്യുക. പുള്ളിയുടെ ബേക്കിലായിട്ട് ഇങ്ങനെ പോവുക. ദെൻ ഏറ്റവും ബേക്കിൽ പോകുന്ന ആൾ സ്വീപ്പർ, ഇങ്ങനെ തുടച്ച് നീക്കി പോവുക എന്നൊരർത്ഥം മനസ്സിലാക്കിയാണ്. കുറേ അധികം വണ്ടികൾ റൈഡിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു വണ്ടിക്ക് മറ്റൊരു വണ്ടീനെ ഫുൾ വണ്ടി കാണാനുള്ള ഒരു ഡിസ്റ്റൻസ് ഇഷ്യൂസ് ഉണ്ടാവും. ആ സമയത്ത് ഏതെങ്കിലും വണ്ടികൾക്ക് ഇഷ്യൂസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ എപ്പോഴും ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം കാറ്റഗറീസ് ഫ്ലോട്ടിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് ശരത് ഹിയർ, സൈനിങ് ഓഫ് മൈ വീഡിയോ. ബൈ.